സ്വർഗീയന്മാർ ഈ പുരിയിൽ ആശിപ്പാനും ഉള്ളപ്പാ, സ്വർഗീയമാ സൗഭാഗ്യങ്ങൾ അപ്പൂരേ ഞാൻ കാണുന്നു. സ്വർഗീയന്മാർ ഈ പുരിയിൽ ആശിപ്പാനും ഉള്ളപ്പാ, സ്വർഗീയമാ സൗഭാഗ്യങ്ങൾ അപ്പൂരേ ഞാൻ കാണുന്നേ. ലക്ഷ്യമെല്ലാം കാണുന്നേ, മൽപ്രിയമാണാളനേ. ലക്ഷ്യമെല്ലാം കാണുന്നേ, ഓ മൽപ്രിയമാണാളനേ. എന്നുമേക്ക് വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിയിടാം. എന്നുമേക്ക് വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിയിടാം. രാപ്പകൽ നിൻ വേല ചെയ്തു ജീവനെ വെടിഞ്ഞവർ, രാപ്പകലിൽ രാജേ രാജരാജ വാണിടും. അറിയാമെങ്കിൽ ചേർന്ന് പാടാമോ? രാപ്പകൽ നിൻ വേല ചെയ്തു ജീവനെ വെടിഞ്ഞവർ, രാപ്പകലിൽ രാജരാ വാണിടുമേ. ചേർന്ന് പാടാമോ? ലക്ഷ്യമെല്ലാം കാണുന്നേ, മൽപ്രിയമാണാളനേ. ഓ ലക്ഷ്യമെല്ലാം കാണുന്നേ, മൽപ്രിയമാണാളനേ. എന്നുമേക്ക് വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിയിടാം. എന്നുമേക്ക് വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിയിടാം. പ്രത്യാശയുള്ള ദൈവമക്കളെ കരങ്ങളിൽ ഉയർത്തുന്ന സ്തോത്രം ചെയ്താൽ സ്വർഗീയ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി തലകളെ വീണ്ടും വണക്കുന്നു. സ്വർഗം ഞങ്ങളോട് സംസാരിക്കണമേ, വചനവാതിൽ തുറക്കണമേ. ആത്മീക ശുശ്രൂഷകൾ കർത്താവിൻ്റെ വരവിൻ്റെ ഹല്ലേലൂയ ആ ഒരു പ്രത്യാശ ഒന്നുകൂടെ ഉണർത്തുവാനും സ്വയം ഞങ്ങൾ ഒരുങ്ങുവാനും മറ്റുള്ളവരെ ഒരുക്കുവാനും സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഞങ്ങൾ ചോദിക്കുന്ന കർത്താവേ, ആത്മീക ശുശ്രൂഷകൾക്ക് തടസ്സമായിട്ടുള്ള എല്ലാ മേഖലകളെയും പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യുമാറാകണമേ. ഈ 12 അകത്ത് പരിശുദ്ധാത്മാവ് ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മുഴുമഹത്വം അങ്ങേക്ക്. കർത്തൃദാസന്മാരെ ഞങ്ങൾ ഓർത്ത് ഒരുമിച്ച് താഴ്ത്തുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവജനത്തിൻ്റെ ഒരുക്കത്തിനായി കർത്താവ് നൽകിയിരിക്കുന്ന ഉപാധികൾ അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ചെറിയ ചിന്തയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. മീൻസ് ആൻഡ് റിസോഴ്സസ് പ്രൊവൈഡഡ് ബൈ ദ ലോർഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഗോഡ്സ് പീപ്പിൾ. കർത്താവ് ജനത്തിൻ്റെ ഒരുക്കത്തിന് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ, ഉപാധികൾ എന്തൊക്കെയാണ് നാം ചിന്തിക്കാം. 2 കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. പൊതുവായ 2 കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഒന്ന്, ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്ക്രിപ്ചർ, ദൈവത്തിൻ്റെ വചനമാണ്. ഒന്നാമത് നമുക്ക് നൽകിയിരിക്കുന്ന കർത്താവിൻ്റെ വരവിൻ്റെ ആ സ്തോത്രം, അതിനുവേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശം അല്ലെ ഉപാധികൾ, അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് വചനത്തിലൂടെ
കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ട്രെയിനിങ്, പ്രബോധനവും പരിശീലനവും ദൈനംദിന ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകി തരുന്നുണ്ട്. രണ്ടാമത് ഗൈഡൻസ്, മാർഗനിർദ്ദേശം. നമുക്കൊരു വാക്യം അറിയാം, 119 സങ്കീർത്തനത്തിലുണ്ട്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പോൾ മാർഗനിർദ്ദേശം, ദൈവത്തിൻ്റെ വചനം ദൈനംദിന ക്രിസ്തീയ ജീവിതത്തിൽ പാതയ്ക്ക് പ്രകാശമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും നാം പതറാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് മാർഗനിർദ്ദേശം തരുന്ന, കാലിന് വഴികാട്ടിയായിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് കരുത്തു പകരുന്നത്. മൂന്നാമത് വചനം നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട കാര്യം ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം എന്നുള്ള വിഷയമാണ്. കണ്ടോ, കർത്താവിൻ്റെ വരവിൻ്റെ ഒരുക്കത്തിന് അനിവാര്യമായി ദൈവത്തിൻ്റെ വചനം നമുക്ക് ഏറ്റവും അധികമായി പ്രയോജനം തരുന്നു. 3 വിധമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മൂന്നാമത് രൂപാന്തരം. വചനം രൂപാന്തരപ്പെടാത്ത ഒറ്റ വ്യക്തിക്കും കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ കഴിയുകയില്ല. നാം കൊട്ടിയത് കൊണ്ടോ പാടിയത് കൊണ്ടോ, നാം ബാഹ്യമായ വസ്ത്രവേഷവിധാനങ്ങൾ കൊണ്ടോ അല്ല വേഷഭൂഷാദികൾ കൊണ്ടോ ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ടോ ഒന്നും കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ കഴിയുകയില്ല. നമുക്കറിയാം, ആളുകളുടെ കയ്യടി മേടിക്കാം, ആളുകളുടെ അപ്രീസിയേഷൻ, അംഗീകാരം കിട്ടുമായിരിക്കും. രണ്ടാം വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടണമെങ്കിൽ നാം രൂപാന്തരം പ്രാപിച്ചേ മതിയാകൂ. 40 വർഷം മുമ്പോ 20 വർഷം മുമ്പോ അല്ല 10 വർഷം മുമ്പോ നമുക്കുണ്ടായ ഒരു അനുഭവം കേവലം ഒരു അനുഭവം മാത്രമല്ല, ദൈനംദിന ക്രിസ്തീയ ജീവിതത്തിൽ പുതുകി വരുന്ന ഒരു അനുഭവം നമുക്കുണ്ടായില്ലെങ്കിൽ നാം എടുക്കപ്പെടാൻ സാധ്യത കുറവായെന്ന് വചനം. രണ്ടാമത് ദ ഹോളി സ്പിരിറ്റ്. നമുക്കറിയാം, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഏതൊക്കെ നിലകളിലാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത്, നമുക്ക് ഈ കർത്താവിൻ്റെ വരവിൽ നമുക്ക് തരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, നമുക്ക് തരുന്ന മാർഗനിർദ്ദേശങ്ങൾ. ഒന്നാമത് എംപവർമെൻറ്റ് ഫോർ സർവീസ്, ശുശ്രൂഷയ്ക്കായി നമ്മെ ശക്തീകരിക്കുന്നു. അപ്പോൾ ഒരു ദൈവവൈദ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ശുശ്രൂഷയാണ്. പൗലോസ് വളരെ ആധികാരികമായി സഭയോട് പറയുന്നുണ്ട്, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. അപ്പോൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ചും ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരുടെ ഇടയിലേക്ക് സേവന മനോഭാവത്തോടെ, ശുശ്രൂഷ മനോഭാവത്തോടെ നാം ഇറങ്ങി പുറപ്പെട്ടേ മതിയാകുകയുള്ളൂ. ഒരു പക്ഷേ പ്രതിസന്ധികളോ ഒരു പക്ഷേ മറ്റ് പലവിധത്തിലുള്ള പ്രതികൂലങ്ങളോ നമുക്ക് പീഡനങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ കടന്നു വന്നാലും അതിനെ ഒന്നും നാം വകവയ്ക്കാതെ ആത്മനിയോഗത്തോടെ, കരുത്തോടെ സഭയുടെ ഉത്തരവാദിത്തം നാം നിവർത്തിച്ചേ മതിയാകുകയുള്ളൂ. രണ്ടാമത് ഗൈഡൻസ് ആൻഡ് ട്രൂത്ത്, മാർഗനിർദ്ദേശവും സത്യവും. നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളുണ്ട്. അതിലൊന്ന് സങ്കീർത്തനം പറയുന്നുണ്ട്, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിലൂടെ എന്നെ നടത്തുമാറാകട്ടെ. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ താഴ്ചയും ഉയർച്ചയും വരാം, സുഖദുഃഖ സമ്മിശ്രങ്ങളായ അനുഭവങ്ങൾ വരാം. അല്ലെങ്കിൽ നാം പാപഭംഗിലമായി ലോകത്തിൽ ഇടപഴകി ഇടചേർന്ന് ജീവിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്കും അതിൻ്റെ സ്വാധീനങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിലൂടെ എന്നെ നടത്തുമാറാകട്ടെ. അപ്പോൾ ഇന്നു പകലും കർത്താവിൻ്റെ വരവിന് നമ്മെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദവും സാന്നിധ്യവും ഇടതടവില്ലാതെ അനുഭവിക്കാൻ കഴിയണം. ഇന്ന് പകൽ ഈ പന്തലിരിക്കുമ്പോഴും ആത്മസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ മടക്കി പിടിക്കണം. കേവലം 2 അന്യഭാഷയായോ കേവലം 2 കയ്യടിയായോ ബാഹ്യമായി കാണുന്ന പ്രകടനങ്ങളായി മാത്രം ആത്മീക ജീവിതത്തെ ഒതുക്കി കളയരുത്. അഭിഷേകം കൊണ്ടോ അന്യഭാഷ കൊണ്ടോ തീരുന്നതല്ല ക്രിസ്തീയ ജീവിതം. 24 മണിക്കൂറും നമ്മെ ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ആ നിയന്ത്രണവും നിയോഗവും ശബ്ദവും കേൾക്കുവാൻ നമ്മുടെ അന്തരാത്മാവിനെ ഇന്നു പകൽ തുറന്നേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾക്ക് ആരാധനയും പരിശുദ്ധാത്മാവും എന്ന് പറയുമ്പോൾ ശബ്ദം കൊണ്ട് അവസാനിച്ചു. പിന്നീട് മറ്റൊരു പാട്ട് പാടണം, അല്ലെ മറ്റൊരു അന്തരീക്ഷം ഉണ്ടാകണം. നമുക്ക് സ്തോത്രം, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. അതിൻ്റെ അർത്ഥം ഇടതടവില്ലാതെ സ്തോത്രം ചെയ്ത് ദൈവ സാന്നിധ്യവുമായി കണക്ട് ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണ് നമുക്ക് വേണ്ടത്. കാഹളം എപ്പോൾ ധ്വനിക്കുമെന്ന് നമുക്കറിയില്ല. ഒരുങ്ങാതിരിക്കുന്ന
പറയുന്ന ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് വരാൻ കഴിയാത്ത ഒരു വ്യക്തിക്കും ആ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ കഴിയില്ല. മൂന്നാമത് ഞാൻ പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു, ഈ ആത്മാവ് എങ്ങനെ നടത്തും? നേർനിലത്തിലൂടെ നടത്തും. പൗലോസ് സഭയോട് പറയുന്നുണ്ട്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ്, സകല സത്യത്തിലും ഈ ആത്മാവ് വഴി നടത്തും. സങ്കീർത്തനം 32:8 ഇങ്ങനെ പറയുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. കണ്ടോ, ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കാര്യമാണെങ്കിലും, നാം തീരുമാനമെടുക്കേണ്ട ഏതു വിഷയമാണെങ്കിലും അതിന് തക്കതായ മാർഗനിർദ്ദേശം, തക്കതായ ആലോചന, ഗൈഡൻസ് പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ നാം സ്വീകരിക്കരുത്. ഒരുപക്ഷെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഭൗതികമായ വിഷയമായി ബന്ധപ്പെട്ടോ ആത്മീകമായ വിഷയമായി ബന്ധപ്പെട്ടോ നാം എടുത്ത തീരുമാനങ്ങൾ പലതും പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിൻപിൽ മാനുഷിക ബുദ്ധിയും ആലോചനയ്ക്കും മുൻതൂക്കം കൊടുത്തത് കൊണ്ടാ. ഇന്നു പകൽ അത് ശുശ്രൂഷയാകട്ടെ, അത് കുഞ്ഞുങ്ങളുടെ ഭാവിയാകട്ടെ, പഠന വിഷയമാകട്ടെ, ആത്മീക ജീവിതമാകട്ടെ, എന്തു മേഖലയാണെങ്കിലും ഒന്നാം സ്ഥാനം പരിശുദ്ധാത്മാവിന് കൊടുത്ത് പ്രാർത്ഥനാ മുറിക്കകത്ത് മുഴങ്കാൽ മടക്കി അടുത്ത വിഷയത്തിന് ഞാൻ എന്ത് തീരുമാനമെടുക്കണമെന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു ദൈവ പൈതൽ, ഒരു കർത്തൃദാസൻ, കർത്തൃദാസി ഇന്നു പകൽ ഈ പന്തലിലുണ്ടെങ്കിൽ, ലോകത്തിൽ ആരൊക്കെ നിങ്ങളുടെ മുമ്പിൽ വഴികൾ കൊട്ടി അടച്ചാലും, ലോകത്തിൽ ആരൊക്കെ നിങ്ങൾക്കെതിരായി തന്ത്രങ്ങളും മന്ത്രങ്ങളും മെനഞ്ഞാലും, പ്രാർത്ഥിക്കുന്നവനെ തടുത്തു വെക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോടൊക്കെ ചോദിച്ചാൽ അറിയാം, കഴിഞ്ഞകാല ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വരവിലേക്കും നിത്യതയിലേക്കും ആത്മീക ജീവിതത്തിലേക്കും എത്തിപ്പെടാൻ കഴിയാത്ത വണ്ണമുള്ള പ്രതിസന്ധികൾ വന്നു. എന്തിനേറെ പറയുന്നു, വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടേണ്ട സന്ദർഭങ്ങളൊക്കെ കടന്നു വന്നില്ലേ? അതിൻ്റെ നടുവിലും ചോദ്യം ചെയ്യപ്പെടാതെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിൻ്റെ മുമ്പിൽ ഇന്നു പകല തെളിയിക്കപ്പെട്ട വിശ്വാസത്തിനായി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഈ പഴയ നിയമത്തിലെ ഒരു കഥാപാത്രമാണ് ഇയ്യോബ്. ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയാം. തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി രൂക്ഷമായി, ഒത്തിരി കഷ്ടത വന്നു. ഞാനൊന്നും വിവരിക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്കറിയാവുന്ന ചരിത്രമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഭക്തനായ മനുഷ്യൻ കരുത്തോടെ പറയുന്ന ഒരു വാക്കുണ്ട്. ആ സ്തോത്രം, അവൻ ഇങ്ങനെ പറയുക, ഹല്ലേലൂയ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും, എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പിൽ തെളിയിക്കും. ഇയ്യോബിന് നിത്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ടുള്ള വലിയ കാഴ്ചപ്പാടുകളൊന്നുമില്ലായിരിക്കാം. ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ, കർത്തൃദാസന്മാർ, പ്രിയ മാതാപിതാക്കളെ, നമുക്കൊരു ദീർഘവീക്ഷണമുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്. ഇന്ന് പകൽ പറയണം, പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ രോഗങ്ങളോ കടഭാരങ്ങളോ ജീവിതത്തിൻ്റെ ആഞ്ഞടിക്കാവുന്ന കൊടുങ്കാറ്റുകളോ ഒക്കെ എൻ്റെ ജീവിത പടകിന് നേരെ വന്നാലും എൻ്റെ നിത്യതയിൽ നിന്ന് എന്നെ ഒഴിച്ചു നിർത്താൻ കഴിയത്തില്ല. പൗലോസ് പറയുന്ന വാക്കുണ്ട്, കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ വാളോ ഇവയ്ക്കൊന്നിനും ആ ബന്ധത്തെ വേർപെടുത്തി കളയാൻ കഴിയത്തില്ല. എൻ്റെ യേശു എവിടെയായിരിക്കുന്നു, എനിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞ തീരുമാനത്തോടെ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ ജൈത്രയാത്ര നടത്തിയെങ്കിൽ തൻ്റെ മരണം ഒരു പരാജയമല്ലായിരുന്നു കേട്ടോ. ആ പ്രാർത്ഥനാ പോരാളിയായ, സുവിശേഷ ദാർശനികനായ, ശക്തനായ മനുഷ്യൻ സഭയോടും ലോകത്തോടും പറഞ്ഞ വാക്ക് ഇന്ന് പകലും ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങിയേ മതിയാകുകയുള്ളൂ. എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പറയാമോ? ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു, പറഞ്ഞേ, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാത്ത എൻ്റെ പ്രിയ സ്തോത്രം സഹ ശുശ്രൂഷകന്മാരെ, മാതാപിതാക്കളെ, എൻ്റെ പിതാക്കന്മാരെ, പ്രതിസന്ധികൾ വന്നപ്പോഴും അതിൻ്റെ മുൻപിൽ അടിയറവ് പറയുന്നതല്ല വിശ്വാസ ജീവിതം. പ്രതിസന്ധികൾ തലയ്ക്ക് മീതെ പൊങ്ങാം, പക്ഷെ വിശ്വാസം താഴ്ത്തി വെക്കരുത്, വിശ്വാസം അടിയറവ് പറയരുത്. പണത്തിൻ്റെയോ സ്ഥാനത്തിൻ്റെയോ മാനത്തിൻ്റെയോ മുമ്പിൽ തോറ്റുകൊടുക്കാൻ സമ്മതിക്കരുത്. ഈ വചനം നെഞ്ചോട് ചേർത്ത് വെച്ച ക്രൈസ്തവ പാരമ്പര്യം, ക്രൈസ്തവ പിതാക്കന്മാർ കാണിച്ച മാതൃക, നൂറുകണക്കിന് അഭിഷിക്തന്മാരുടെ, കർത്തൃദാസന്മാരുടെ കണ്ണുനീരിൻ്റെ ഒക്കെ ഫലമാ ഇവിടെ ഇരിക്കുന്ന അനേക ദൈവമക്കൾ നാം അനുഭവിക്കുന്ന നന്മകൾ എന്ന് മറന്നു പോകരുത്. അപ്പോൾ പൗലോസിന്റെ ദീർഘവീക്ഷണം, ഇയ്യോബിന്റെ ജീവിതത്തിലെ തീരുമാനം ഒക്കെ അവർക്കൊരു ശുഭ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നാം മക്കളെ പഠിപ്പിക്കുവാനോ ജോലി കിട്ടാനോ ഭൗതികമായ കടഭാരങ്ങൾ മാറുവാനോ
ഒന്നും കൊണ്ട് അവസാനിക്കുന്നതാകരുത് നമ്മുടെ ശുശ്രൂഷ, ക്രിസ്തീയ ജീവിതം. ഒരുപക്ഷെ ഭൗതികമായ ചില ആവശ്യങ്ങൾക്ക് മുൻതൂക്കവും ഊന്നലും കൊടുത്തുകൊണ്ട് ശുശ്രൂഷയെ കുറച്ച് കാണല്ലേ കേട്ടോ. ഭൗതികതയ്ക്കൊക്കെ രണ്ടാം സ്ഥാനം, സെക്കൻഡറി കൊടുത്ത് പ്രൈമറിയായി നാം ലക്ഷ്യം വെക്കേണ്ടത്, എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമുണ്ട്, എനിക്കൊരു നിത്യതയുണ്ട്. അത് ഞാൻ മാത്രമല്ല, 1000 പേരെ എൻ്റെ പിൻപിൽ എനിക്ക് അണിനിരത്തണം. സുവിശേഷ ദർശനമുള്ള ഈ രണാങ്കണത്തിൽ സ്തോത്രം ചുടുചോര വീഴ്ത്തിയ പിതാക്കന്മാർ കാണിച്ച ദർശനം മറക്കല്ല് കേട്ടോ. ഹല്ലേലൂയ. പ്രതിസന്ധികൾ, പോരാട്ടങ്ങൾ, പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോഴും ഇതവർ താഴ്ത്തി വെച്ചില്ല കേട്ടോ. ജീവനോടെ മണ്ണിനടിയിൽ കുഴിച്ചു മൂടിയപ്പോഴും, തീക്കകത്തേക്ക് പിടിച്ചിട്ടപ്പോഴും, മെഴുകു ചുറ്റിയ തുണികൾക്കകത്ത് വെച്ച് നീറി കത്തുമ്പോഴും അവർക്ക് ഒരേ ഒരു ശബ്ദമേ ഉണ്ടായിരുന്നുള്ളൂ, മാറാനാഥ. നമ്മുടെ കർത്താവ് വരാറായി. ഈ സത്യത്തിനു വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത വിശുദ്ധന്മാർ നാളെയുടെ നീളകളിൽ കേരളക്കളയിൽ ഒരുപക്ഷെ സുവിശേഷത്തിനെതിരെ പീഡനങ്ങൾ ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം. ഒളിച്ചു മാളത്തിൽ ഒളിക്കുന്ന ഭീരുക്കളെ അല്ല കേരളക്കരയിൽ ദൈവം തിരയുന്നത്. വചനം ചോദിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ ഈ പന്തലിൽ ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവവചനത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്ന, ദൈവ ശബ്ദത്തിന് മുൻതൂക്കം കൊടുക്കുന്ന, നിത്യതയെക്കുറിച്ചുള്ള ദർശനം ഒട്ടും ചോരാതെ നെഞ്ചിൽ സ്തോത്രം നിറച്ചുകൊണ്ട് ഈ കൺവെൻഷൻ കഴിയുമ്പോൾ പുതിയ തീരുമാനത്തോടെ വയൽ പ്രദേശങ്ങളിലേക്ക് ശക്തിയോടെ ആത്മാവിൽ സടകുടഞ്ഞെഴുന്നേറ്റ ഒരു ബാലസിംഹത്തെ പോലെ സുവിശേഷത്തിനു വേണ്ടി ഒരു ഒരുക്കം നമ്മുടെ അകത്തുണ്ടാകട്ടെ. കർത്താവിൻ്റെ വരവിനു മുമ്പ്, ഒരുപക്ഷെ എൻ്റെ ആയുസ് ഈ ഭൂമിയിൽ അവസാനിക്കുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിച്ച ഒരു കാര്യം പോലും നിവൃത്തിയാകാതിരിക്കരുത്. നമുക്ക് മാതൃക നമ്മുടെ കർത്താവ് ക്രൂശിൽ സ്വന്തം തോളിൽ തല ചായ്ച്ചുകൊണ്ട് ടെറ്റലസ്റ്റായി സകലതും നിവൃത്തിയായെന്ന് പറഞ്ഞ അരുമനാഥന്റെ വാക്കുകളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ആത്മാവിൽ ഒന്ന് ഉണരുവാൻ പരിശുദ്ധാത്മാവിൽ സഭയെ ഞാൻ പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസും അത് തന്നെയാ പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. പൂർത്തീകരിച്ച വിശ്വാസത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു പൗലോസ്. വിശ്വാസത്തെക്കുറിച്ച് ഇത്ര ദീർഘമായും സവിസ്തരമായി എഴുതിയ വേറെ ഒരു അപ്പോസ്തലൻ ഉണ്ടോ എന്ന സംശയമാണ്. സ്തോത്രം. 3ാമത് സ്തോത്രം, പരിശുദ്ധാത്മാവ് സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു, നടത്തുന്നു. ഈ പരിശുദ്ധാത്മാവ് നമ്മെ ഉപദേശിക്കുന്നു. 3ാമത് പറഞ്ഞ സ്പിരിച്വൽ ഗിഫ്റ്റ്. സ്തോത്രം. ആത്മീയ ദാനങ്ങൾ, ഫലങ്ങൾ. എന്തിനാ കൃപാവരങ്ങൾ എന്ന് പറയുന്നത്? മറ്റുള്ള ആദായ സൂത്രമായും ആദായ മാർഗമായും വ്യക്തികളിലേക്ക് ശ്രദ്ധ ഊന്നൽ കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ കേന്ദ്ര ബിന്ദുവായി, സെൻട്രൽ ഓഫ് ഫോക്കസായി മാറുവാൻ, ഞാൻ എന്തോ ഒരു സംഭവമാണെന്ന് കാണിക്കാൻ ഇന്ന് പലരും കൃപാവരങ്ങളെ ഉപയോഗിക്കുക. അതിനൊന്നുമല്ല ദൈവം സഭയ്ക്ക് കൃപാവരങ്ങളെ കൊടുത്തത്. വചനം പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്, അങ്ങോട്ട് ഞാൻ കിടക്കുന്നില്ല. ഒറ്റ വാക്ക് പറയാം, അത് പൊതുപ്രയോജനത്തിനു വേണ്ടിയാ ഈ കൃപാവരങ്ങൾ ദൈവം സഭയ്ക്ക് കൊടുത്തത് കേട്ടോ. സഭയെ കെട്ടിപ്പടുക്കുവാനും നമ്മുടെ വ്യക്തിപരമായ ആത്മീക ജീവിതത്തിനുവിൻ്റെ സ്തോത്രം നന്മയ്ക്കും വേണ്ടിയാണ് കൃപാവരങ്ങൾ ദൈവം നൽകിയത്. അല്ലാതെ അതൊരു ഐഡന്റിറ്റിയായി, അത് മറ്റെന്തെങ്കിലും മറ്റുള്ളവരെക്കാൾ ഏതാണ്ടൊരു സംഭവമാണെന്ന് കാണിക്കാനൊന്നുമല്ല. ദൈവം പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്തുള്ളവർക്ക് കൃപാവരങ്ങൾ കൊടുത്തത്. 3ാമത് സ്പിരിച്വൽ ഗിഫ്റ്റ്, ആത്മീയ ദാനങ്ങൾ കർത്താവിൻ്റെ വരവിലേക്ക് നമ്മെ ഒരുക്കുവാൻ പര്യാപ്തമായ കാര്യമാണ്. ഒരു വാക്ക് ഞാൻ ഇന്ന് പകൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങൾ പലതവണ ആവർത്തന വിരസത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വാക്യങ്ങളും വാക്കുകളും ഞാൻ ആവർത്തിച്ച് ഉപയോഗിക്കാത്തത്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. സൗമ്യത എന്ന വാക്കിന് മൂലഭാഷയിൽ പറയുന്ന മനോഹരമായ വാക്ക് മോഡറേഷൻ എന്ന വാക്കാണ്. ലെറ്റ് യുവർ മോഡറേഷൻ ബി നോൺ അപ് ടു ഓൾ മെൻ. നിങ്ങളുടെ സൗമ്യത, അതിന് പറയുന്ന നല്ല ഒരു വ്യാഖ്യാനം ബൈബിൾ പറയുന്നുണ്ട്. നമ്മുടെ സ്തോത്രം, നമ്മൾ പറയുന്ന അതിന് നല്ലൊരു വാക്ക് മിതത്വം എന്ന വാക്കാണ്. മിതത്വം, സൗമ്യത എന്ന വാക്കിന് സ്തോത്രം. അതായത് മിതത്വം, നിയന്ത്രണം, അച്ചടക്കം, ആത്മനിയന്ത്രണം, ക്ഷമ, വിവേകം, സംയമനം, ലഘൂകരണം. ഈ സൗമ്യത എന്ന ഒറ്റ മലയാള വാക്കുകൊണ്ട് തീരാതെ മൂലഭാഷയിൽ നിങ്ങൾ മറ്റ് ട്രാൻസ്ലേഷനൊക്കെ എടുത്തു വായിച്ചാൽ നമുക്കതിൻ്റെ ആഴങ്ങൾ മനസ്സിലാകും. അപ്പം മിതത്വം എന്ന വാക്ക്, അല്ലെങ്കിൽ ആത്മനിയന്ത്രണം, സംയമനം എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ സൗമ്യത, നമ്മുടെ മിതത്വം, സംയമനം ആരൊക്കെ അറിയണം? സകല മനുഷ്യരും. നമ്മുടെ വീട്ടിലുള്ള
പ്രിയപ്പെട്ടവർ മാത്രമല്ല, സഭയിലുള്ളവർ മാത്രമല്ല, നാം പോകുന്ന സകല മേഖലകളിലും നമ്മൾ ആരാണെന്ന് അറിയണമെന്ന് വചനം നമ്മോട് ഓർപ്പിക്കുകയാണ്. പലപ്പോഴും ഡ്രസ് കോഡ് മാറ്റിയത് കൊണ്ടോ നമ്മൾ ബാഹ്യമായ ചില കാര്യങ്ങൾ ചെയ്തത് കൊണ്ടോ ഐഡന്റിറ്റി മറച്ചു വെക്കാം, അങ്ങനെ വെച്ചു പോകാനല്ല ദൈവം നമ്മോട് പറയുന്നത്. ആത്മീക ക്രിസ്തീയ ജീവിതം ഒളിച്ചും പാത്തും ജീവിക്കാനുള്ള ഒരു കാര്യമല്ല കേട്ടോ, ഇത് പരസ്യമായി വെളിപ്പെടുത്താനുള്ളതാ. ക്രിസ്തീയ ജീവിതം നാം മറച്ചു വെച്ച് പ്രസംഗിക്കുന്ന പ്രസംഗത്തെക്കാൾ ഒരു തുറന്ന പുസ്തകമായി ലോകത്തിന്റെ നടുവിൽ നെഞ്ചും നെറ്റിയും ഉയർത്തി ഈ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നതാ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സുവിശേഷ വേല എന്ന് പറയുന്നത്. സ്തോത്രം. മറച്ചു ഒളിച്ചും വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തും പറഞ്ഞും കേട്ടുമൊക്കെ കൊടുത്തിട്ട് വേദിയിൽ പറയുന്ന പരസ്യമായ വാക്കുകളെക്കാൾ ശക്തിയും മൂർച്ചയുമുള്ളത് നമ്മുടെ ജീവിതത്തിനാണെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ 2 വാക്കവിടെ പറയുന്നു, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ മിതത്വം അല്ലെ ആത്മനിയന്ത്രണം, സൗമ്യത എല്ലാവരും അറിയണം. സ്തോത്രം. നമ്മളൊരു സൗമ്യനാണ്, ഒരു ദൈവപൈതലാണെന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകണം. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നതിനാൽ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം മുതൽ താഴോട്ട് 5 കാര്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വരവ് അടുത്തതിനാൽ പൗലോസ് പറയുന്ന 5 കാര്യം ഞാൻ വാക്കുകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. 4-ന്റെ 1 പറയുന്നു, സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ ദ ലോർഡ്, ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. 1-ാം വാക്യം പറയുക, നിങ്ങൾ ഉറച്ചു നിൽക്കണം. കർത്താവിൻ്റെ വരവ് അടുത്തത് കൊണ്ട് എന്ത് ചെയ്യണം? ഉറച്ച്. എന്തിൽ ഉറയ്ക്കണം? ഹല്ലേലൂയ. നമുക്ക് ഇട്ടിരിക്കുന്ന യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയും. നമ്മുടെ അടിസ്ഥാനം എന്താ? ഒരു വിശ്വാസിയുടെ അടിസ്ഥാനം എന്താ? യേശു ക്രിസ്തുവാണ്. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളോട്, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താ? കർത്താവ് യേശുവിൻ്റെ 2ാമത്തെ മടങ്ങി വരവാണ് കേട്ടോ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹല്ലേലൂയ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസമാകുമ്പോൾ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി 2ാമത് മടങ്ങി വരാമെന്ന് പറയുന്ന ഒരു ആത്മ മണവാളനുണ്ട്. അതാ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ മടങ്ങി വരികയെ 2-ാം വാക്യം ഫിലിപ്പിയർ 4:2 പറയുന്നു, സെയിം മൈൻഡ് ഇൻ ദ ലോർഡ്. നിങ്ങൾക്ക് എന്തുണ്ടാവണം? ഒരു മനസ്സ്, അല്ലെങ്കിൽ കർത്താവിൽ ഏക ചിന്തയോടിരിക്കണം. ഒരു വീട്ടിലാകട്ടെ, ഒരു സഭയിൽ ാകട്ടെ, അല്ലെ ഇടപെടുന്ന ഫെലോഷിപ്പുകളിലാകട്ടെ, ഒരു മനസ്സുള്ളവരായിരിക്കണം. 2 മനസ്സും 2 വാക്കും ഒരു കൂട്ടായ്മയുമാണെങ്കിൽ അവരുടെ നടുവിൽ യേശുവല്ല വേറെ ആരെങ്കിലും ആണെന്ന് പറയേണ്ടി വരും. ഒരു മനസ്സ്. 1 പറയുന്നു ഉറച്ചു നിൽക്കണം, 2 കർത്താവിൽ ഏകചിന്തയോടിരിക്കണം, 3 പറയുന്നു കർത്താവിൽ തുണ നിൽക്കണം, അല്ലെ കർത്താവിൽ മറ്റുള്ളവർക്ക് സഹായകമായിരിക്കണം. ഹല്ലേലൂയ. ഹെൽപ്പ് ദം. മറ്റുള്ളവരെ സഹായിക്കുന്ന, തുണ നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. വിശുദ്ധ ബൈബിൾ 46-ാം സങ്കീർത്തനം പറയുന്നുണ്ട്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ് ദൈവം. ഒരുപക്ഷെ തുണയായി കൂടെ നിന്നവർ, പങ്കാളികളായി വന്നവർ, മക്കളും മാതാപിതാക്കളും ഒക്കെ ഈ ജീവിത പോരാട്ടത്തിന് നടുവിൽ മാറിപ്പോയേക്കാം. ഒരുപക്ഷെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് നമ്മോട് അകന്ന അനുഭവത്തിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ കർത്താവിൻ്റെ വചനം ഒരു ആശ്വാസമായി ഇന്ന് പകൽ പറയട്ടെ, കഷ്ടവും നഷ്ടവും താഴ്ചയും വേദനയും ജീവിതത്തിൽ കടന്നു വരുമ്പോഴും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാ നമ്മുടെ കർത്താവ്. 4-ാമത് പറയുന്ന കാര്യം, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റികളാണ് ഞാൻ വായിച്ച 4-ാമത്തെ. 5-ാമത്തെ കാര്യം പറയുന്നു, നമ്മൾ വായിച്ച വാക്യം, നിങ്ങൾ സൗമ്യരായിരിക്കുക, അല്ലെങ്കിൽ മിതത്വവും നിയന്ത്രണവും അച്ചടക്കവും ഒക്കെ ഉള്ള വ്യക്തിത്വങ്ങളും സ്വഭാവങ്ങളും ആയി നിങ്ങൾ ഇരിക്കണം. യു ബി മോഡറേറ്റ്. നിങ്ങൾ മിതത്വമുള്ളവരായിരിക്കണം. ഈ 5 കാര്യങ്ങൾ കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. മുമ്പോട്ട് ഞാൻ ചിന്തകളെ കൊണ്ടുപോകാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എന്തിലൊക്കെ നമുക്ക് മിതത്വം വേണം? ഏതൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ അച്ചടക്കം, അല്ലെ ആത്മനിയന്ത്രണം, സംയമനം എന്തൊക്കെ കാര്യങ്ങളിൽ വേണമെന്ന് പൊതുവായ 3 കാര്യങ്ങൾ മാത്രം പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ 3 അതുകൊണ്ട് ഈ 3 കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, 3 അല്ല. അപ്പോൾ 1 ഭക്ഷണം, ഭക്ഷണ കാര്യത്തിൽ. 2 പണം. 3 സമയം. ഈ 3 കാര്യങ്ങളിൽ നമുക്ക് മിതത്വം വേണമെന്ന് ഇന്ന് പകൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം? മിതമായി നാം ഉപയോഗിക്കണം. ഭക്ഷണ കാര്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു പക്ഷേ പ്രസംഗം
എനിക്ക് സമയം തന്നിട്ടുണ്ട്, അല്പം കൂടെ സമയം നീണ്ടുപോയാൽ അല്ലെങ്കിൽ സമയത്തിന് മുമ്പേ ഒരുപക്ഷെ നമ്മുടെ ഒരു ചാൻ വയറിന് വേണ്ടി നമ്മൾ ഓടിപ്പോകാറുണ്ട്. ദൈവവചനത്തെക്കാൾ, ആത്മീക സാന്നിധ്യത്തെക്കാൾ, ദൈവിക ഉപദേശങ്ങളെക്കാൾ ഭക്ഷണത്തിന് മുൻതൂക്കം കൊടുക്കുന്നത് കൊണ്ടാണോ, ശാരീരിക ക്ലേശമാണോ എന്നറിയില്ല, സമയത്തിന് മുമ്പേ നമ്മൾ എഴുന്നേറ്റ് പോകുന്ന ഒരു ശീലമുണ്ട്. ഇന്ന് ആരും അങ്ങനെ പോകയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. 12:30 ആശീർവാദം പറഞ്ഞിട്ട് എല്ലാവരും പോകുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഒന്നാമത് ഭക്ഷണ കാര്യത്തിൽ നമുക്കൊരു നിയന്ത്രണം ആവശ്യമാണ്. ഒരു വചനമുണ്ട്, നമ്മൾ വായിപ്പിക്കുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34-ാം വാക്യത്തിൽ പരിചയമുള്ള ഒരു വാക്യമുണ്ട്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. കണ്ടോ, കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് മനുഷ്യപുത്രൻ്റെ വരവെങ്കിൽ സഭയോ വ്യക്തികളോ ദൈവമക്കളോ തള്ളപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഭക്ഷണ കാര്യത്തിൽ ഒരു അച്ചടക്കം, ഒരു നിയന്ത്രണം ആവശ്യമാണ്. ഇല്ലെങ്കിൽ ശാരീരികമായും മാനസികമായും പല പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാകേണ്ടതായിട്ട് വരും. സ്വതന്ത്രം. അപ്പോൾ കണി പോലെ ആ ദിവസം വരാതിരിപ്പാൻ നാം ശ്രദ്ധിക്കണം. ഇത് ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ അടുത്ത വാക്യം 21-35 വാക്യം ഇങ്ങനെ പറയുന്നു: അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ഭൂമിയിലുള്ള സകല വ്യക്തികളും ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ 2026 വർഷം 103-ാം കൺവെൻഷൻ കൂടി ഇന്നു പകൽ ഈ പന്തലിലായിരിക്കുന്ന ആരുടെയും ജീവിതത്തിൽ അത് കണി പോലെ വരാതിരിക്കണമെങ്കിൽ ഒരു നിയന്ത്രണം നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. അതിൻ്റെ 36-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. നമുക്ക് യോഗത്തിന് വരുമ്പോഴുള്ള പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള പ്രാർത്ഥന അല്ലാതെ ഒരു പ്രാർത്ഥന ഉണ്ടോ എന്ന് പലരോടും ചോദിച്ചാൽ പല മറുപടികൾ കേൾക്കേണ്ടി വരും. വിശുദ്ധ ബൈബിളിൽ യേശു തൻ്റെ ശിഷ്യന്മാരോടും ലോകത്തോടും പറയുന്നു, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം കേട്ടോ. ഇന്ന് പകൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു പ്രാർത്ഥനയിൽ ഒരു ഉണർവ് ആവശ്യമാണ്. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. സ്തോത്രം. മോഡറേഷൻ ഞാൻ വാക്ക് പറഞ്ഞു. മിതത്വം, ഭക്ഷണം, പണം, സമയം ഇവ മിതമായി നാം ഉപയോഗിക്കുകയും മനസ്സിനെയും ചിന്തകളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകണം കേട്ടോ. മിതത്വം എന്ന വാക്കെന്ന് പറഞ്ഞാൽ എല്ലാം മിതമായി, നിയന്ത്രണ വിധേയമായി. അതിനപ്പുറമായി പറയുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനു വിധേയമായി നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നമ്മുടെ ദേഹി ആത്മാവിനെ സമർപ്പിച്ചാൽ ഇതിലൊക്കെ ഒരു ജയം കർത്താവ് തരുവാനിടയായി. പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, സ്തോത്രം, ജീവിതത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഇതിലൊക്കെയും ഞാൻ ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ വിഷയത്തിലും ഒരു ജയം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരുത്തണം. ഒരു മിതത്വം, ആത്മനിയന്ത്രണം, പരിശുദ്ധാത്മാവിൽ കേന്ദ്രീകൃതമായ ദൈവിക ആലോചനകൾക്കനുസരിച്ച് ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയണം. 3 വാക്കുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മോഡസ്റ്റി എന്ന വാക്ക്, അതായത് എളിമ, ലാളിത്യം. ഒരു ദൈവപൈതലോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ എളിമ എത്രത്തോളം ഉണ്ട്? യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ താഴ്മയും സൗമ്യതയുള്ളവനായിരുന്നു. ദൈവാലയത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു. അത്രമാത്രം സൗമ്യതയുടെ ഇരിപ്പിടമായിരുന്നു കർത്താവ്. അപ്പോൾ എളിമയും താഴ്മയും ലാളിത്യവും ഉണ്ടാകണം. ടെമ്പറൻസ്, സംയമനം നമുക്ക് ആവശ്യമാണ്. ഫ്രിഗ്വാലിറ്റി, മിതവ്യയം, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ചിന്ത, തീരുമാനം നമുക്കുണ്ടാകണം. സ്തോത്രം. ഇനി 3 കാര്യം കൂടി ഞാൻ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊക്കെ ആത്മനിയന്ത്രണം, സംയമനം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ നാം പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. 2 ഞാൻ മുമ്പ് പറഞ്ഞു, ഫ്രിഗ്വാലിറ്റി അല്ലെങ്കിൽ മിതവ്യയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത, കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന ഒരു ഉപദേശം അല്ലെ ഒരു ജീവിതത്തിൽ ഒരു ചിട്ട നമുക്കുണ്ടായേ മതിയാവും. 4 ഞാൻ പറയട്ടെ, മോഡസ്റ്റി അല്ലെ സിംപ്ലിസിറ്റി. ഞാൻ പറഞ്ഞു ഓർപ്പിച്ചു, എളിമയും താഴ്മയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ മിതവ്യയവും സംയമനവും നാം പാലിച്ചാൽ മാനസിക ശാരീരിക രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി നമുക്ക് വിടുവിക്കപ്പെടാൻ. പലപ്പോഴും ദൈവസഭയിലുള്ളവരും പുറത്തുള്ളവർക്കും പ്രതീക്ഷിക്കാത്ത രോഗങ്ങൾ കടന്നു വരുന്നതിൻ്റെ പ്രധാനമായ 2 കാര്യങ്ങൾ മിതവ്യയവും സംയമനവും, പണവും സമയവും ഭക്ഷണവും ഒക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലവിധമായ രോഗങ്ങളും മാനസികമായ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇനി 2 പറയട്ടെ, ഭക്ഷണം പറഞ്ഞു, 2 പണം.
നമുക്കറിയാവുന്ന വാക്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 15-ാം വാക്യം പറയുന്നു, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചുകൊള്ളുവീൻ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം പറയുന്നുണ്ട്, അതിൻ്റെ 5-ാം വാക്യം, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല, പങ്കില്ല. ഇന്നു പകൽ കർത്താവിൻ്റെ രാജ്യത്തിൽ എടുക്കപ്പെടണമെങ്കിൽ ചില തീരുമാനങ്ങൾ ഇന്നു പകൽ എടുക്കപ്പെട്ടേ മതിയാകുള്ളൂ. വെള്ള വസ്ത്രം ഇട്ടതുകൊണ്ടോ സഭയിൽ 40 വർഷത്തെ പാരമ്പര്യമുള്ളത് കൊണ്ടോ കാഹളം തുണിച്ചാൽ പോകണമെന്നില്ല. ചില കാര്യങ്ങളൊക്കെ നാം ജീവിതത്തിൽ ക്രമീകരണം വരുത്തിയേ മതിയാകുള്ളൂ. പാരമ്പര്യം കൊണ്ടും പഴക്കം കൊണ്ടും നാം ചെയ്തു പോയ ശീലങ്ങളെ ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത്, ഒന്ന് റീസെറ്റ് ചെയ്ത്, ഒരു ഉപകരണം ഒന്ന് റീസെറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ഒന്ന് റീസെറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഈ ശബ്ദം നമുക്ക് ഇന്ന് പകലും ഒരുപക്ഷെ കർത്താവിൻ്റെ വരവിൽ കേട്ടൊന്നു വരികയില്ല. അപ്പോൾ പണം, ഞാൻ പറഞ്ഞു, മൂന്നാമത്തെ നമുക്ക് പരിചയമുള്ള വാക്യമുണ്ട്. പൗലോസ് തീമോഥെയോസിന് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അപ്പൊ പണത്തോടുള്ള അമിതമായ താല്പര്യം കർത്താവിൻ്റെ വരവിൽ നിന്ന് എടുക്കപ്പെടുന്നത് നമ്മെ തടയുന്ന കാര്യമാണ്. അത് മനസ്സിലാകണം. അവിടെ പറയുന്നുണ്ട്, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. ഇപ്പൊ ദുഃഖങ്ങൾക്ക് അധീനരായി മാറത്തക്കവണ്ണം ദ്രവ്യാഗ്രഹത്തോട് അല്ലെങ്കിൽ പണത്തോട് ഒരു അമിതമായ ആർത്തിയും താല്പര്യമുള്ളവർ ഇന്നു പകൽ കേൾക്കുന്നുണ്ടെങ്കിൽ, മനോഭാവം ഒന്നും മാറ്റിയില്ലെങ്കിൽ നാം ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരും. കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടാനുള്ള സാധ്യതകൾ കുറയുകയാണ്. അതുകൊണ്ട് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളൂവേ, ഇത് വിട്ടോടി നീതി, വിശ്വാസം, ഭക്തി, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്ന വിശുദ്ധന്മാരെ, മാതാപിതാക്കളെ പിന്തുടരുവാൻ പൗലോസ് തരുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് തീമോഥെയോസിലൂടെ പൗലോസ് പറയുന്നത്. അടുത്തൊരു വാക്യം നമുക്കറിയാം. എബ്രായ ലേഖനം ഒരു വാക്യമുണ്ട്, 13-ാം അധ്യായം 5-ാം വാക്യം, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. കേട്ടോ, പണത്തെക്കുറിച്ച്. മൂന്നാമത് സമയം എന്ന വിഷയമാണ്. പൗലോസ് തീമോഥെയോസിനോട് തന്നെ പറയുന്ന വാക്കുണ്ട്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. അന്ത്യകാലത്തെ ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മൂന്നാമത്തെ ഒരു വാക്യം കൂടി ഞാൻ പറയാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. അപ്പം നമുക്ക് ലഭ്യമായ 24 മണിക്കൂറിൽ അത് യോഗ്യമായും പരിജ്ഞാനത്തോടു കൂടിയും സമയം നാം ഉപയോഗിച്ചില്ലെങ്കിൽ സമയം നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. കുറഞ്ഞത് ഒരു ദിവസം 2 മണിക്കൂർ 40 മിനിറ്റെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം കേട്ടോ. വചനം പറയുന്ന ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവേ. ഇന്ന് പകൽ ഈ ദുഷ്കാലത്തെ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ നമുക്ക്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ചില ചിന്തകൾ ഞാൻ പങ്കുവെക്കുമ്പോൾ അടുത്ത് 1-2 വാക്യം കൂടെ വായിച്ച് ഞാൻ വേഗം ചുരുക്കുവാൻ ആഗ്രഹിക്കില്ല. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽ ദീർഘക്ഷമയോടെ, എങ്ങനെ ദീർഘക്ഷമയോടിരിക്കണം? സ്തോത്രം. ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിയുടെ വിളവിന് വേണ്ടി ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെ ഇന്നു പകൽ നാം ദീർഘക്ഷമയോടെ ഇരുന്നേ മതിയാകൂ. ഭൂമിയുടെ വിലയേറിയ ഫലത്തിനു വേണ്ടി അവൻ കാത്തിരിക്കുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായം പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്യമുണ്ട്, 12-ാം വാക്യം, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി മാറും. ക്രിസ്തീയ ജീവിതത്തിൽ നാം കൈമോശം വരുന്ന, നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യമാണ് വിശ്വാസവും ദീർഘക്ഷമയും. പൗലോസ് പറയുന്ന അനുഗ്രഹിക്കുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ഇന്നു പകൽ കൊട്ടിയത് കൊണ്ടോ പാടിയത് കൊണ്ടോ വിശ്വാസത്തിൽ ഉണ്ടോ എന്ന് ഇന്നു പകൽ നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ ഒന്ന് സ്ഥിരമാക്കുവാൻ 2 കാര്യം പറയുന്നു. നിങ്ങൾ ദീർഘക്ഷമ വേണം, 2 ഹൃദയം സ്ഥിരമാക്കണം. സ്തോത്രം. യാക്കോബ് പറയുന്ന അതിൻ്റെ 9-ാം വാക്യം 5-9 പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവൻ്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. അടുത്ത വാക്യമാണ്, ഭയത്തോടെ കേൾക്കണം. ഇതാ ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. വചനം പറയുന്നു, ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരും ഇന്നു പകരം ലാഘവത്തോടെ ഗൗരവരഹിതമായ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് ഒരു ഭയവും ഇല്ലാതെ ഭൗതികതയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വചനം വളരെ ഗൗരവമായി, വളരെ കർക്കശമായി
പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തർജ്ജന സ്വരത്തോടെ ഇന്ന് പകലും വചനം മുഴങ്ങുന്നു. ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. ആ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ന്യായം വിധിക്കുവാൻ അധികാരമുള്ളവൻ. ഹല്ലേലൂയ. മനുഷ്യന്റെ രഹസ്യങ്ങളെ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ന്യായം വിധിക്കുമെന്ന് വചനം പറയുന്നു. നാം ചെയ്തത്, പറഞ്ഞത്, നിസ്സാരമായി കണ്ടത്, ചെയ്തു കൂട്ടിയത് സകല കാര്യത്തിനും എണ്ണി എണ്ണി കണക്ക് പറഞ്ഞേ മതിയാകൂ. പാസു പറഞ്ഞ് ഒഴിച്ചുവിടാൻ പറ്റത്തില്ല. ഭാര്യയുടെ മണ്ടയ്ക്ക് വെക്കാൻ പറ്റത്തില്ല. മക്കളുടെ മണ്ടയ്ക്ക് പഴിചാരുവാൻ ഒരു ഉപാധിയും ദൈവ പറയുന്നില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ ഇന്നു പകൽ നാം ഒരുങ്ങിയേ മതിയാകുള്ളൂ. ജീവിതത്തിനകത്ത് ശൂന്യതകൾ കടന്നു വരാം, വിശ്വാസം ചോർന്നു പോയേക്കാം, പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം, പോരാട്ടങ്ങൾ കടന്നു വന്നേക്കാം. പക്ഷെ വിശ്വാസം തള്ളിക്കളയരുത്. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എബ്രായ ലേഖനം പറയുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടമുണ്ട്. അത് എവിടെ വരെ ഉണ്ട്? നിത്യതയോളം കൊണ്ടെത്തിക്കുന്ന ആ ഓട്ടത്തിൻ്റെ അകത്ത് എനിക്ക് ഞാൻ തന്നെ ഓടിത്തീർക്കേണ്ട എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന് മുമ്പിൽ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്ടം എനിക്ക് ഓടിത്തീർത്തേ മതിയാകുള്ളൂ. ഞാൻ വാക്കുകൾ ചുരുക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അപ്പം ന്യായാധിപതി വാതിക്കൽ, യേശു പറയുന്നൊരു വാക്ക്, അനുഗ്രഹിക്കുന്ന വാക്കുണ്ട്, ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിക്കലായിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളും. പത്രോസ് പറയുന്നത് കുറച്ചുകൂടെ ഗൗരവമുള്ള വാക്കാ. എന്താണെന്നറിയാമോ? ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് കണക്ക് കൊടുക്കേണ്ട ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പത്രോസ് പറയുക. ഇന്ന് പകലൊരു കാര്യം ഓർത്തോണം, ന്യായം വിധിക്കുന്നവൻ നമ്മുടെ സ്തോത്രം നമുക്ക് മുമ്പിലുണ്ടെന്ന് മറക്കരുത് കേട്ടോ. കർത്താവിൻ്റെ വരവിൽ ഒരു ന്യായവിധിയുണ്ട്. വെള്ളസിംഹാസനത്തിന് മുമ്പിൽ ദുഷ്ടന്മാർ ചെയ്തതിന് തക്കവണ്ണം പ്രാപിക്കുമ്പോൾ നീതിമാന്മാർക്ക് നീതിയോടെ വിധി പറയുന്ന ഒരു ന്യായാധിപൻ ഉണ്ട്. ഒരുപക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ നീതി നിഷേധിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, മാന്യമായതും അവകാശം, നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ഉന്നതനും മീതെ ഉന്നതനും അവർക്ക് മീതെ ജാഗരിക്കുന്ന ഒരു അത്യുന്നതനുണ്ട്. നീതിയും ന്യായവും നിഷേധിക്കപ്പെട്ടവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പരമോന്നതനായ സോവർണിറ്റി, പരമാധികാരിയായ ഒരു ദൈവം നമുക്ക് വേണ്ടി വാദിക്കുന്നവരോട് വാദിക്കുന്ന, പൊരുതുന്നവരോട് പൊരുതുന്ന ജയാളിയായ ഒരു ദൈവം, അവനത്രേ നമ്മുടെ പിതാവ്. ഹല്ലേലൂയ. പത്രോസ് പറയുന്ന അടുത്ത വാക്യം, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. 5 കാര്യം കമ്പിവാചകം പോലെ പറയാം. 1, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. 2, നിർമ്മതരായിരിക്കും. നിർമ്മതർ എന്ന വാക്ക്, നിർമ്മത എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ആ വാക്ക്. അതിൻ്റെ ആ അർത്ഥം മാത്രം പറയാം, അഹങ്കാരമില്ലാത്ത, വിനയമുള്ള, ലഹരിയില്ലാത്ത, ഹംബിൾ, മോഡസ്റ്റ് ആൻഡ് ഇൻടോക്സിക്കേഷൻ. അതായത് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ക്രേസ് പാടില്ല കേട്ടോ. വണ്ടിയെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ വീടിനെക്കുറിച്ചോ അധികാരത്തെക്കുറിച്ചോ ഒരു ക്രേസ് നമ്മുടെ തലയിൽ കയറില്ല കേട്ടോ. ഇതൊന്നും ആത്മീക ജീവിതത്തിന് അനിവാര്യമായ കാര്യമല്ല എന്ന് പറയുന്നു. 1, പ്രാർത്ഥനയ്ക്ക് സുബോധം. 2, നിർമ്മതരായിരിക്കുക. 3, സകലത്തിന് മുമ്പേ ഉറ്റ സ്നേഹം. 4, അതിഥി സൽക്കാരം ആചരിക്കുക. 5, അന്യോന്യം ശുശ്രൂഷിക്കുക. അതിലെ ആ സ്നേഹത്തെക്കുറിച്ച് 1-2 വാക്ക് പറയാം. പത്രോസ് പറയുന്നു, സകലത്തിന് മുമ്പേ ഉറ്റ സ്നേഹം, അതായത് കറതീർന്ന സ്നേഹമുള്ളവരായിരിക്കണം ദൈവവൈതൽ എന്ന് പറയുന്നവർ. സ്തോത്രം. 2 പറയുന്നു, എല്ലാറ്റിനും മീതെ, കൊലോസ്യലേഖനം പറയുക, സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. വസ്ത്രം ധരിക്കുന്നത് പോലെ പൗലോസ് പറയുക, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തുവത്രേ. ക്രിസ്തുവിൻ്റെ ക്ഷമയും സ്നേഹവും സഹനവും ലാളിത്യവും താഴ്മയുമാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. ഇതാ ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തുവത്രേ. പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുക, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, ആചരിക്കണമെന്ന് പല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും 2 കാര്യം പറയട്ടെ. 1, സ്നേഹം ആചരിക്കണം. 2, അതിഥി സൽക്കാരം ആചരിക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ച് 1 മിനിറ്റ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ കൃപാവരങ്ങളെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം ഇവിടെ തീരുമ്പോൾ ചില തീരുമാനം ദീർഘക്ഷമയോടെ ഹൃദയം സ്ഥിരമാക്കിക്കൊണ്ട് ഇന്നു പകൽ ഒന്നുകൂടെ ഒരു പുതിയ തീരുമാനമെടുക്കുവാൻ നമ്മെ സഹായിക്കാം. അബാഹ്യമായ കണ്ണുകളെ അടച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ഞാൻ വാക്ക് അവസാനിപ്പിക്കുക. 1 മിനിറ്റ് കൂടെ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ.
എല്ലാ ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്താട്ട്. കർത്താവേ, ഒരു പുതിയ തീരുമാനത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇന്നു മുതൽ മാറ്റിയെടുക്കേണ്ട സ്വഭാവങ്ങൾ, ശീലങ്ങൾ, ശൈലികൾക്കായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു കർത്താവ്. ഒരു പുതിയ തീരുമാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാക്കുമാറാ ദൈവശബ്ദം ഓരോ നാളും നിറവേറും, ഞാനും ചേർന്നു ആനന്ദിക്കും യേശുവോടു കൂടെ. വാക്കുമാറാ ദൈവശബ്ദം ഓരോ നാളും നിറവേറും, ഞാനും ചേർന്നു ആനന്ദിക്കും യേശുവോടു കൂടെ. ചേർന്ന് പാടാമോ? ഭൂമി കുലുങ്ങും, കടലിളകും, കപ്പൽ താഴുമെങ്ങും നാശം, ക്ഷാമത്താലി ചോണിയെങ്ങും ക്ഷീണമായി ഭവിച്ചിടും. വാക്കുമാറാ ദൈവശബ്ദം ഓരോ നാളും നിറവേറും, ഞാനും ചേർന്നു ആനന്ദിക്കും യേശുവോടു കൂടെ. വാക്കുമാറാ ദൈവശബ്ദം ഓരോ നാളും നിറവേറും, ഞാനും ചേർന്നു ആനന്ദിക്കും യേശുവോടു കൂടെ. വാക്കുമാറാ ദൈവശബ്ദം ഓരോ നാളും നിറവേറും, ഞാനും ചേർന്ന് ആനന്ദിക്കും യേശു. കരങ്ങളെ ഉയർത്തി പാടാമോ? സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. കോടാകോടി ദൂത സൈന്യവുമായി മേഘരൂഢനായി വരും നീതവിരവിൽ. തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. സൈന്യവുമായി മേഘാരൂഢനായി എൻ്റെ ആത്മമണവാളൻ ഒരുപക്ഷെ ഇന്നോ എൻ്റെ മരണത്തിന് മുമ്പ് കർത്താവിൻ്റെ വരവ് ഉണ്ടായെങ്കിൽ എനിക്ക് എടുക്കപ്പെട്ടേ മതിയാകൂ. ചില പുതിയ തീരുമാനങ്ങൾ, ചില പുതിയ പ്രതിഷ്ഠകൾ സംയമനം പാലിച്ച് പിതത്വം പ്രാപിച്ച് സ്ഥിരഹൃദയത്തോടെ ദീർഘക്ഷമയോടെ ഇന്നു പകൽ എൻ്റെ മനസ്സിനെ ഒന്നുകൂടി ഒരുക്കുവാൻ എന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവഹിതമല്ലാത്ത തീരുമാനങ്ങൾ, ദൈവഹിതമല്ലാത്ത ഓട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന കർത്താവേ, കൃപയ്ക്ക് വിരോധമായത്, ജഡത്തിന് അനുകൂലമായത്, ദൈവഹിതത്തിന് ഇഷ്ടമില്ലാത്തത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചത്, പിതാവാം ദൈവമേ അങ്ങേ കോപിപ്പിച്ചത്, ക്രൂശിന് ശത്രുവായി മാറിയത് ഞാൻ കാരണം ക്രൂശ് മറിഞ്ഞിട്ടുണ്ട് കർത്താവേ. ഞാൻ കാരണം എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ വരവിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഞാൻ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് പകരം ഒരു പുതിയ തീരുമാനത്തിനു വേണ്ടി എന്നെ സമർപ്പിക്കുന്ന കർത്താവേ. അപ്പാ
ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കഴിയുമെങ്കിൽ കരങ്ങളെ ഒന്ന് ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സമയം കഴിഞ്ഞല്ലോ, അപ്രത്യാശ കുറയല്ലേ കേട്ടോ ദൈവദാസന്മാർ. ആ കരമൊന്ന് ഉയർത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല പകലിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ, അങ്ങയുടെ വരവിൽ കർത്താവെ ഞങ്ങളെ ഭരമേൽപ്പിച്ച ദൗത്യങ്ങൾ, അങ്ങയുടെ വരവിൽ എടുക്കപ്പെടുവാൻ അനിവാര്യമായ ഉപാധികൾ, തീരുമാനങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ അനേകർ താണുപോയി, വീണുപോയി. അനേകർ കർത്താവേ ഈ പടയിൽ പട്ടുപോയി പിതാവേ. പാതി വഴിയിൽ അസ്തമിച്ച അനേകർ ഞങ്ങളുടെ പിൻപിലുണ്ട്. എന്നാൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തിയവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഒരു ജയ ജീവിതം ക്രിസ്തുവിന്റെ അടർക്കളത്തിൽ, രണാങ്കണത്തിൽ ധീര പടയാളികളായി, പോരാളികളായി പടപൊരുതുവാൻ അവസാന ശ്വാസം, ഊർദ്ധശ്വാസം കണ്ട നാളത്തിൽ അവസാനിക്കുന്നത് വരെ കർത്താവിന്റെ വരവിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രൂശിനെ ഉയർത്തിപ്പിടിച്ച് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഇവിടെയായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും മാതാപിതാക്കളെയും അടിയങ്ങളെ ഒരുമിച്ച് സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ ഇരിക്കാം. സമയം അനുവദിച്ച കർത്താവിന്റെ വലിയൊരു ദാസൻ, സ്റ്റേറ്റ് ഓവർസിയർ റെവറൻഡ് ബൈറജി അവറുകൾ, കൗൺസിൽ സെക്രട്ടറി പാസ്റ്റർ സാംകുട്ടി മാത്യു അവറുകൾ, മറ്റ് കൗൺസിൽ മെമ്പേഴ്സ്, എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാറാനാഥ, നമ്മുടെ കർത്താവ് വരാറ്.